ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തംബ്നെയിലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കോഴിക്കാഷ്ടത്തിൻ്റെ മണം ഇല്ലാതിരിക്കാൻ നമുക്ക് ഈ ഐറ്റം വീട്ടിലുള്ള രണ്ട് ഐറ്റം മാത്രം മതി. നമുക്ക് കോഴിക്കാഷ്ടത്തിൻ്റെ മണം നമുക്കൊരു പരിധിവരെ നമുക്ക് ഇല്ലാതാക്കാം. എന്നെ സംബന്ധിച്ച് നമുക്കൊരു 3.5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, വീട് ഉൾപ്പെടെ അതിനകത്താണ് ഇരിക്കുന്നത്. പക്ഷേ ഇതേപോലെ നമ്മളൊരു കോഴിക്കാഷ്ടത്തിൻ്റെ മണം ഒരു പരിധിവരെ കുറയ്ക്കുന്നത് നമ്മളിതൊക്കെ പോലെ ഇങ്ങനെയുള്ളൊരു ചെപ്പടി വിദ്യകൾ ഒക്കെ കാണിച്ചാണ് നമ്മൾ ഒരുവിധ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്നത്. അപ്പോൾ കുറേ സ്ഥലത്ത് കോഴിയെ വളർത്തുന്ന എന്നെപ്പോലുള്ളവർക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുകയും ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് ഇന്നത്തെ ഫുഡിനകത്ത് നമ്മളത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇത് റേഷൻ ചോറാണ്. നമുക്കതും പിന്നെ അതിൻ്റെ മുട്ടത്തോട്, പിന്നെ ഈ 2 സാധനങ്ങൾ, അതായത് ഇഞ്ചി നീര്, വെളുത്തുള്ളി, ഇത് രണ്ടുമാണ് നമ്മുടെ താരം. വെളുത്തുള്ളി നല്ല രീതിയിൽ തിളപ്പിച്ച വെള്ളം, വെളുത്തുള്ളിയും കൂടെ അതും ഇട്ട് ഇഞ്ചി നീര് ഒഴിച്ച് നമ്മൾ ഫുഡ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ദഹിക്കാതെ കിടക്കുന്ന ആഹാരം കിടക്കുമ്പോഴുള്ള കാഷ്ടത്തിനാണ് ഏറ്റവും കൂടുതൽ ദുർഗന്ധം നമുക്ക് അനുഭവപ്പെടുന്നത്. അത് മാറാൻ നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്ന ഫുഡ് കൊടുക്കുമ്പോൾ ലേശം ഇതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ഇതിൻ്റെ നീര് ചതച്ചിട്ടും തിളപ്പിച്ച വെള്ളം ഒന്നെങ്കിൽ ആഹാരത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കുടിക്കാനുള്ള വെള്ളത്തിലെ കൂടിയോ നമ്മൾ കൊടുക്കണം. മനസ്സിലായോ? ആഹാരത്തിൻ്റെ ദഹനം ശരിയായ രീതിയിൽ നടക്കുകയും അതുവഴി കാഷ്ടത്തിൻ്റെ ദുർഗന്ധം നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. മനസ്സിലായോ? ഇപ്പോൾ കോഴികൾക്ക് നമ്മൾ ആഹാരം കൊടുക്കുമ്പോൾ അതിനകത്തോട് ഈ വെളുത്തുള്ളി ഇഞ്ചി നീരും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സംഭവം കാഷ്ടത്തിൻ്റെ ദഹനം നടക്കുകയും കോഴിക്കാഷ്ടത്തിൻ്റെ മണം നമുക്ക് ദുർഗന്ധം കുറഞ്ഞിരിക്കുകയും ചെയ്യും. ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ. അതുകൊണ്ട് പിന്നെ ഒരു പരിധിവരെ മണവും സ്മെല്ലും കാര്യങ്ങളില്ല. നമുക്ക് ആകെയുള്ള സ്ഥലം 3.5 സെൻറ്റ് സ്ഥലമാണ്, വീടും പിന്നെ ആകെ ഇച്ചിരി സ്ഥലം ഈ ഭാഗമാണ്. ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കോഴികൾ അത്യാവശ്യം കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഒരു വിരയുടെയൊക്കെ ശല്യം നമുക്ക് വെളുത്തുള്ളിയൊക്കെ ചെന്ന് കഴിയുമ്പോൾ വിരയുടെ ശല്യം കുറഞ്ഞ് കിട്ടും. പിന്നെ നെയ്യ് മുട്ടുന്ന പരിപാടിയുണ്ട്. നെയ്യ് മുട്ടുന്ന കോഴിയുണ്ടെങ്കിൽ അതിൻ്റെ നെയ്യ് പോയി കിട്ടും. വെളുത്തുള്ളി നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ ചെറുതായിട്ട് വെളുത്തുള്ളി ഒന്ന് നമ്മൾ ചുട്ടിട്ട് അത് നമ്മൾ ഈ കപ്പലണ്ടി തൊലി ഒലിച്ച് അത് നമ്മൾ ചതച്ച് വായിലിട്ട് ഇതാക്കി വായിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കോഴികൾക്ക്. ഒരുവിധ പ്രതിരോധ ശക്തിയൊക്കെ കോഴികൾക്ക് കൂടാൻ ചാൻസ് ഉണ്ട് വെളുത്തുള്ളി കൊടുത്താൽ. ഞാനിതേപോലെ ചില ചെപ്പടി വിദ്യകളൊക്കെ ചെയ്യും കേട്ടോ. ഇതേപോലെ ചെറിയ നുണക്ക് വിദ്യകളൊക്കെ ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു ഐറ്റം ഉണ്ട്, നമുക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വെച്ചിരിക്കുമായിരുന്നു. നമ്മൾ ആപ്പിൾ സൈഡ് വിനാഗർ ഇതേപോലെ ദഹനത്തിന് നല്ല സാധനമാണ്. അത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ തുള്ളിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സാധനം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.